ഒരു സപ്തവർണ്ണ കാഴ്ചകളിൽ ഞങ്ങളുടെ ഭാഷയിൽ പഞ്ചീര എന്ന് പറയുമെന്ന് പറഞ്ഞില്ലേ, ആകാശദീപം, അതിൻ്റെ ചെറിയൊരു സാധനം. ഒന്ന് ക്യൂട്ടാ നോക്കൂ. ഇങ്ങനത്തെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇവിടുത്തെ തിരക്ക് കണ്ടോ? ദീപാവലിയുടെ തിരക്കാണ് ഈ കാണുന്നത്. അങ്ങ് അറ്റം വരെ ആൾക്കാരാണ്. ഇങ്ങനെ തൂക്കിയിടുന്ന സാധനങ്ങൾ, വീട് അലങ്കരിക്കുന്ന സാധനങ്ങളാണ് ദീപാവലിയുമായിട്ട് ബന്ധപ്പെട്ട്. എന്തെല്ലാം വെറൈറ്റി സാധനങ്ങളൊക്കെ. ഇത്രയും സാധനങ്ങൾ കേരളത്തിൽ കിട്ടുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇത്രയും സാധനങ്ങളൊന്നും കേരളത്തിൽ കിട്ടില്ല. ഇവിടെ വന്നാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. എത്ര വെറൈറ്റീസും കളേഴ്സും. മാർക്കറ്റിലാണ് നിൽക്കുന്നത്. ഞങ്ങളിവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഒരു ഫെസ്റ്റിവൽ മൂഡാണ് രാത്രിയാകുമ്പോൾ. അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഈ വീഡിയോ. ദീപാവലിയാണ് വരുന്നത്. അപ്പം ശരിക്കും ദീപാവലി ആഘോഷം മുംബൈയിലാണ് നടക്കുന്നത് നമുക്ക് തോന്നിപ്പോകുന്നു ഇവിടെ വരുമ്പോൾ. എന്തോരം സാധനങ്ങളാണെന്നറിയാമോ ദീപാവലിയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇവിടെ വിൽക്കുന്നത്. ദീപങ്ങളും അതുപോലെ വീട് അലങ്കരിക്കാനുള്ള ഒരുപാട് ഭംഗിയുള്ള സാധനങ്ങൾ. നമുക്കതൊക്കെ ഒന്ന് കാണാം. എല്ലാ വെറൈറ്റി വിളക്കുകളും. ഇവിടെ ഗണപതി, പിന്നെ ഇത് വിളക്ക്. ശംഖാണ്, ശംഖ്. ഇവിടെ സ്റ്റിക്കേഴ്സാണ്, പല ടൈപ്പ് സ്റ്റിക്കേഴ്സാണ് ഇവിടെ കാണുന്നത്. അല്ലേ പെയിന്റ് ചെയ്തത് പെയിന്റ് ചെയ്യാത്തത്. ഇത് കണ്ടോ, ഇതൊരു വെറൈറ്റി സാധനം. ഇത് എന്താണെന്ന് മനസ്സിലായോ? ഇത് കുടുക്കയാണ്. കുടുക്ക, പൈസ ഇട്ട് വെക്കുന്ന കുടുക്കയാണ്. ഗ്യാസിൻ്റെ സിലിണ്ടറിൻ്റെ ഷേപ്പിൽ, അതേ കളറും. എന്തല്ലേ കുടുക്ക. രംഗോലി. ഇത് എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ, ഇങ്ങനത്തെ ഒരു സാധനം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോയിലൊക്കെ. ഇതിലൊക്കെ വിളക്ക് കത്തിച്ച് വെച്ചാൽ എന്ത് കളർഫുൾ ആയിരിക്കും അല്ലേ. ലാമ്പ് ഷെയ്ഡ് തന്നെ. ഓ ബ്യൂട്ടിഫുൾ. आपका नाम क्या है? हमारा नाम नवीन। नवीन। आप बनाते हैं ये? आप बनाते हैं? एक बनाने में कितना टाइम लगता है? एक बनाने का 2 दिन। 2 दिन। ओ ഇത് 3 എണ്ണം ഞാൻ വാങ്ങി. രംഗോലി സ്റ്റിക്കർ. സമയം എത്രയെന്നറിയോ? രാത്രി ഏകദേശം 10 മണി ആയി. ഇപ്പോൾ ഇതെല്ലാം കട തുറന്ന് വെച്ചിരിക്കുകയാണ്. കണ്ടോ? ആനപ്പുറത്ത് ദീപം. ഇതാണ് അതിൻ്റെ മേലെ ഇങ്ങനെ ദീപം വെച്ചിരിക്കുന്നത്. ഇതൊരു കുട്ടിയാന. കുട്ടിയാനയുടെ പുറത്ത് ദീപം. എത്ര നേരമായെന്നറിയാമോ ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്? എന്തോരം കടകളാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ വെറൈറ്റി സാധനങ്ങൾ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. പുതിയ ഒരു വെറൈറ്റിയുള്ള ഒരു ദൈവം. ദീപാവലിയുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ചെമ്പൂരിൽ തന്നെ ഒരു വെജ് റെസ്റ്റോറൻറ്റിൽ വന്നതാണ്. ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ ഇവിടുത്തെ ഭക്ഷണം. ഞാൻ പറയാം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഓർഡർ ചെയ്തത് നൂഡിൽസാണ്. അത് കൊണ്ടുവന്നത് വലിയൊരു കാസറോളിലാണ്. നല്ല ചൂടോടെ കൊണ്ടുവന്നു. അതിൻ്റെ ക്വാണ്ടിറ്റിയാണ്. അതിൽ ഫുള്ളുണ്ടായിരുന്നു നൂഡിൽസ്. സുഖമായിട്ട് 3 പേർക്ക് കഴിക്കാവുന്ന ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഞാൻ കാണിക്കാമേ.
ഇത് കണ്ടോ, ഈ കാസറോളിൽ നിറച്ച് ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കഴിച്ചിട്ടും ബാക്കി ഇത്രയുണ്ട്. ഇത് കഴിക്കുകയാണ്. കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്ലേറ്റിൽ ഇത്രയും ബാക്കിയുണ്ട്, ഇതിൽ വീണ്ടും ഇത്രയും ഉണ്ട് ബാക്കി. ഇത്രയേ ഉണ്ട്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേരെന്താ? സദ്ഗുരു എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് സദ്ഗുരു എന്നാണ്. ചെമ്പൂരിൽ ആരെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞങ്ങൾ കുറേ നേരം ഇവിടെയൊക്കെ കറങ്ങി. ഇപ്പോഴും റോഡിൽ കണ്ടോ ഭയങ്കര തിരക്കാണ്. 10 മണിയായി. ഒരുപാട് കാഴ്ചകൾ കണ്ടു. ഈ ഏരിയയിൽ തന്നെയായിരുന്നു ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. എല്ലാ സ്ഥലങ്ങളിലും, അതായത് ഓരോ നാട്ടിനും അതിൻ്റേതായിട്ടുള്ള പ്രധാനപ്പെട്ട ഉത്സവങ്ങളുണ്ടല്ലേ. നമ്മൾ കേരളത്തിൽ ഓണം എങ്ങനെയാണോ ആഘോഷിക്കുന്നത് അതുപോലെയാണ് ഇവിടെ മുംബൈയിൽ ദീപാവലി ആഘോഷിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഈ കേരളത്തിൽ ഓണം അടുക്കുമ്പോൾ ഒരു തിരക്കും ബഹളമൊക്കെ ഉണ്ടല്ലോ റോഡിൽ, അതുപോലെ തന്നെയുള്ള തിരക്കുകളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഭയങ്കര ഉത്സവത്തിൻ്റെ ഒരു പ്രതീതിയാണ് ഇവിടെ ഞാൻ കണ്ടത്. എന്തായാലും നല്ല ഒരു പോസിറ്റീവ് വൈബായിരുന്നു. സന്തോഷം ഇതെല്ലാം കാണാൻ സാധിച്ചത്. നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ബൈ.